ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. Good morning, sir. ഗുഡ് മോർണിംഗ് അക്ക. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, sir. അപ്പം നീ കസേരയിലോട്ട് നിരുന്നേ. ഇരിക്കപ്പ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലെ ഒന്നുമല്ല. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എടുത്തിട്ടുള്ള ആളാ. MBA ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പം തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാണ്. അന്ന് ആ ബൈക്കും കടയും വിറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. അതിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണറായി. TV-യിലും പത്രങ്ങളിലുമൊക്കെ പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവും. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലേടാ? മുഷ്താഖെ, ഞാനിവിടെ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണം അപ്പ. ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൻ്റെ ജോമോൻ ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണ്ട് മുസ്താഖെ? അതെ അതെ. അപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാലോ. അപ്പ ഞാൻ ഇറങ്ങാണേ. നിക്ക്. ഇതെന്താ? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലോ. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയും. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി അപ്പ. ബൈ. ഗുഡ് മോർണിംഗ്. Good morning, sir. മെയിലെല്ലാം അണിച്ചിരുന്നേ സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ അകത്തുണ്ടോ? ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ. എല്ലാവരും ഓർഡർ തരാൻ വന്നായിരിക്കും അല്ലേ? അവർ നമ്മുടെ ക്ലയൻ്റ് അല്ല സാർ, നമ്മൾ അവരെ ക്ലയൻ്റാ. ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കും. சார், நான் அட்லஸ் டூர்ஸ் அண்ட் ட்ராவல்ஸ் கம்பெனி மேனேஜர். முஸ்டாக் சார் ட்ராவல் பண்ண டோட்டல் டியூ 12 லட்சம் ஆயிடுச்சு சார். ஹாய் சார், நான் சுந்தரம் கார் ஃபினான்ஸ் மேனேஜர் சார். 3 மாதமாக எங்களுக்கு இன்ஸ்டால்மெண்ட்ஸ் வரவே இல்லை சார். மெட்டீரியல் சப்ளை செஞ்சதில் உங்கள் கம்பெனியில் கொடுத்த செக் எல்லாம் பவுன்ஸ் ஆகிடுச்சு சார். சார், நான் என் பார்ட்னர்கிட்ட பேசி அடுத்த வாரத்துக்குள்ளே எல்லாம் செட்டில் பண்ணுறேன் சார். இப்போ நீங்கள் கொஞ்சம் போயிட்டு வாங்க. ഓർഡർ എടുക്കാനാണെന്നും പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സാർ. ബിസിനസ് ക്ലാസ്സിലെ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടെ കാറേ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറേ കാശും കൊണ്ട് സാറിൻ്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിങ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി.
എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. നീ കിടന്ന് മൂങ്ങി നിന്റെ തലമണ്ട ചവിട്ടി പൊട്ടിക്കും. അവസാനത്ത് പിടിവലിയും കൈവിട്ട് പോയത് പാവപ്പുറം ഞാൻ എങ്ങനെ പറയാൻ കർത്താവേ. ആ വാ. എന്താണ് നിനക്കൊരു ക്ഷീണം? ഒന്നുമില്ല. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നല്ല ചൂട് പുട്ടും ഉഗ്രൻ ചിക്കൻ കറിയും റെഡി. അടിപൊളി. പണ്ട് പർച്ചേസിന് പോകുന്ന കാലത്ത് വാടക വീട്ടിൽ താമസിക്കുമ്പം നിന്റെ അമ്മച്ചി എഴുതി തന്നയക്കാറുള്ള ചില പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കും. അതിലൊരു ഐറ്റം ആയത് എങ്ങനെയുണ്ട്? എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റാ. അപ്പോൾ അപ്പം പുറത്തായോ? തിരക്കഥ അമ്മച്ചിരിയാണെങ്കിലും സംവിധാനം അപ്പൻ്റെ അല്ലേ, പൊളിച്ചു. തിരുപ്പൂര് നല്ല മലയാളി ഹോട്ടലൊന്നുമില്ല, ഒരു കൈ നോക്കിയാലോടാ. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. ജോമോനെ, നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, ഇപ്പോൾ ഉള്ളതൊക്കെ നേരാക്കിയിട്ട് പോരെ അടുത്ത പരിപാടി ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാനിന്ന് ആൽഫിയെ വിളിച്ചിരുന്നു. ആളൊരു മൂരാച്ചിയാണെങ്കിലും കേസ് നടത്താനുള്ള പണം അവനും അവൻ്റെ അളിയന്മാരോട് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. രാവുണ്ണി ഇപ്പോഴും അകത്താണല്ലോ, അതുകൊണ്ട് നാളെ നീ തൃശ്ശൂർ വരെ ഒന്ന് പോകണം. ശരിയപ്പാ. നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. കേസിന് കാശ് മുടക്കാൻ സമ്മതിച്ചതേ അത് ഞങ്ങൾക്കൂടെ അനുഭവിക്കേണ്ട സ്വത്തായോണ്ട് തന്നെയാ. അല്ലാണ്ട് ആർത്തി മൂത്ത് ആരോടും ഒരു വാക്ക് പറയാതെ ഇരിക്കണ വീടും പണയപ്പെടുത്തി വലിയ കളി കളിക്കുമ്പോൾ അപ്പനോടെ വലിയ സിമ്പതി ഉണ്ടായിട്ടൊന്നും അല്ല. ഇന്നലെ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പോയിരുന്നു. പുള്ളിക്കാരൻ വക്കാലത്ത് ഏറ്റെടുത്തു. ഞങ്ങൾ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി വരുന്ന കാശ് ഞങ്ങൾ തന്നെ പുള്ളിക്ക് നേരിട്ട് കൊടുത്തോളാം എന്ന് വെച്ചാൽ അപ്പൻ തന്ന കടയും പൂട്ടി സ്ഥലം വിട്ട നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന്. എന്നെ ആരും വിശ്വസിക്കേണ്ട, എനിക്കാരെയും കാശും വേണ്ട. പക്ഷെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെ ചങ്കും കരളും പഠിച്ചെടുക്കുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ അപ്പനോട് തന്നെ കാണിക്കണം ചേട്ടാ. എന്താടാ നീ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ അപ്പനെ തമിഴ്നാട്ടിൽ കൊണ്ടിടാൻ? അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി, ഇനി എന്താ വേണ്ടതെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടേ. നീ മിണ്ടാതിരിക്കാൻ. അപ്പനെ നീ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. മരിക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പനെ. നീ നോക്കും ചേച്ചി, എനിക്കറിയാം. എന്നിട്ട് അപ്പം കഴിച്ച ഭക്ഷണത്തിൻ്റെയും വലിച്ച സിഗരറ്റിൻ്റെയും കണക്കൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി നീ ഷെയർ ചെയ്യിക്കും. അവസാനം കടക്കാർ വന്ന് അപ്പനൊരു ശല്യമാകുമ്പോൾ വല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടും. എന്നിട്ട് അതിന് ചിലവായ കാശിൻ്റെ ഷെയർ ഒന്ന് ചോദിക്കും. ജോമോനെ, അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അപ്പൻ ഇത്രയും നാൾ സമ്പാദിച്ചത് മുഴുവൻ അപ്പൻ തന്നെ നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചല്ലോ ഡോക്ടർ അൽഫോൻസ്. നിന്റെ ഈ ഡോക്ടർ സ്റ്റേറ്റസും പെങ്ങന്മാരിയിരിക്കുന്ന വെൽ സെറ്റിൽ ഭർത്താക്കന്മാരൊക്കെ അപ്പൻ്റെ സമ്പാദ്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഇപ്പോഴും നശിച്ചിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി അപ്പൻ ചെലവാക്കിയത് മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൻ്റെ മക്കളിൽ ഞാൻ മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ. അക്ക ഒരു മോർ കൊടുങ്ങ. സാറും തീ വഴിക്ക്. എനിക്കിവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ? അത് കമ്പനി പൊളിഞ്ഞൊന്നും അപ്പൻ അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി കൂടിയേ പറ്റും. வணக்கம் சார். தம்பி, இவர் உன்னை பற்றி எல்லாம் சொல்லிட்டாரு. இங்கே வேக்கன்சி இருக்கிறது ஒரே ஒரு சேல்ஸ்மேன் போஸ்டிங் தான். உன்னோட ஜாப் என்னன்னா இங்கே தயாரிக்கிற கார்மெண்ட்ஸ் எல்லாம் வெளியில் போய் ஆர்டர் பிடிக்கணும். நீ விசிட்டிங் கார்டில் சேல்ஸ்மேன் போட்டுக்க, சூப்பர்வைசர்னு போட்டுக்க, அதில் எனக்கு ஒன்றும் பிரச்சனை இல்லை. ஆனால் அந்த ஜாப் வெரி காம்படிஷனான ஜாப், மாடு மாதிரி உழைக்கணும். நோ ப்ராப்ளம் சார். அப்போ நீ நாளைக்கு காலையில் வந்து வேலைக்கு ஜாயின் பண்ணிக்க. ஓகேயா? வரட்டுமா? சரி, வரேட்டா.
എടുത്തി. ജോമോനെ അപ്പന് സുഖമില്ലടാ. എറണാകുളത്ത് എൻ്റെ പേരിലൊരു ഫ്ലാറ്റ് ഉണ്ട്. വേണമെങ്കിൽ നീ അപ്പനും അവിടെ പോയി താമസിച്ചോ. അതൊന്നും ശരിയാവില്ല എടുത്തി. ഇവിടെ ആകുമ്പോൾ എന്ത് പണിയെടുത്താലും ആരും അറിയില്ല. നിന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഞാൻ അതിൽ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. അയ്യോ അത് വേണ്ട, നന്നായിരുന്നു. പോടാ. ജോമോനെ, നിനക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞു. ഒരു ജോലി കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ലടാ. അതിന് നീ പണ്ടും ജോലി എടുത്തിട്ടില്ലല്ലോ. അത് പണ്ട്. പക്ഷേ ഇപ്പം ഞാനൊരു ചെറിയ കുടിൽ വ്യവസായം തുടങ്ങി. നെയ്ത്തുകാട് ഗ്രാമത്തിൽ പോയി കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് തുണി വാങ്ങി മറിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു ബിസിനസ്. നല്ല അടികിട്ടുണ്ടാവും. ഞാൻ നന്നാവും തീരുമാനിച്ചടാ. നന്നായിക്കോടാ, അതിന് ഞാനിപ്പം തോന്നും. നീയൊന്നും വേണ്ട, പക്ഷെ അതിൽ നീ എൻ്റെ പാർട്ട്ണറായിരിക്കും. എനിക്ക് എൻ്റെ പാർട്ട്ണർഷിപ്പ് വേണ്ട, ഒരു കോപ്പം വേണ്ട. വേണം. അതിന് എനിക്ക് നിൻ്റെ കാശും വേണ്ട, സമ്മതം വേണ്ട. മുസ്താഖേ, $555 சிகரெட் கிடைக்குமா இங்க? இல்லைங்க சார். எங்கே கிடைக்கும்னு தெரியாதுங்க சார். பக்கத்து தெருவில் ஒரு டியூட்டி ஃப்ரீ ஷாப் இருக்கு. உங்களுக்கு தேவைன்னா அங்கே வாங்கிக்கலாம். ஓ, எവിടെയാ? அது அந்த லெஃப்ட் போய் திரும்பினா ஒரு கோயில் இருக்கு. அதுக்கு பக்கத்தில் ஒரு உங்களுக்கு வேணும்னா நானே காட்டுறேன். வாங்க. தேங்க்யூ. മലയാളിയാണോ? അല്ല, പൊണ്ടാട്ടി പാലക്കാടാണോ, அதனால കുറച്ച് മലയാളം അറിയും. ஆனா அவ இப்ப இல்ல, மரிச்ச 5 வருஷம் ஆயி. അയ്യോ കഷ്ടം. എന്താ പേര്? പെരുമാൾ സാർ. ഞാൻ വിൻസെന്റ്. സാർ ഇങ്ങ പർച്ചേസിക്ക് വന്നതാണോ? അല്ല, എന്റെ മകൻ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഓ, കുറച്ച് ദിവസമായി വലിച്ചിട്ട്. ഒരെണ്ണം വലിക്കുന്നോ? പഴക്കം ഇല്ല, ഇരുന്നാലും ഉங்களுக்காக കുടിக்கலாம். പെരുമാൾക്ക് എന്നെ വേല? சார், நான் ஒரு டெய்லராണ്. ഞാനും ഒരു ടൈലറായിരുന്നു പണ്ട്. அதுக்கப்புறம் தான் பிசினஸ்ல வந்தது. ஓ, ஆனா எனக்கு வேலை இல்லை சார். ஃபேக்டரியில் சின்ன யூனியன் ப்ராப்ளம். ஆனா என் மகளுக்கு ஜோலி உண்டு. എന്ത് ജോലി? ஒரு கம்பெனியில் அக்கௌண்ட் ஆஃபீஸராக இருக்கா. ഇവിടെ തന്നെയാണോ താമസം? இல்லை சார், கொஞ்சம் டிஸ்டன்ஸ். டெய்லி பஸ்ல வந்துட்டு போகணும். അപ്പൊ പെരുമാളിന് ജോലിയില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? എന്റെ മകന്റെ കമ്പനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം. ஐயோ சார், நீங்க பண்ணீங்கன்னா ரொம்ப ஹெல்ப்ஃபுல்லா இருக்கும். பார்க்கலாம். வாங்க பெருமாள். ஏ செக்யூரிட்டி, என்ன இது ஒரே கூட்டம்? குட் மார்னிங் சார். பெருமாள் உள்ள வா. முதலாளியை கூப்பிடு. சரி. கோட்டா இருக்குல்லே, நான் ஏசி போடல. உட்காருங்க. கவலைப்படாத பெருமாள், எல்லாம் சரியாക്കാം. சரி சார். நீங்க எல்லாம் யாரு? ஜோமோன் எവിടെ? ஜோமோன்? அது யாரு? இதுக்கு முன்னாடி எம்டி தேடி வருங்க சார். இது புதிய மேனேஜ்மெண்ட். ஐ ஆம் த ஓனர். ஜோமோன், ஐ ஆம் ஹிஸ் ஃபாதர். சாரி சார், பழைய மேனேஜ்மெண்ட்டுக்கும் எங்களுக்கும் எந்த சம்பந்தமும் கிடையாது. சாரி, ஏன் தப்பு தான். இட்ஸ் மை ஃபால்ட். என்ன என்ன பாக்குறீங்க? என்ன பாக்குறீங்க? சினிமா பாக்குறியா? போ போ, வேலையை பாரு, போ. கவலைப்படாதீங்க சார், ஏதோ மிஸ்டேக் நடந்திருக்கு, அவ்வளோதான். வாங்க போகலாம். அப்பா, அப்பா, അപ്പാ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഇവിടെ നിൽക്കുന്ന ലൈറ്റ് പോലെ ഇടാണ്ട്? അപ്പം വന്നേ,
ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് യുവർ ബിലവഡ് സോൾമേറ്റ്. എന്തു പറ്റപ്പാ, ഒരു ഉഷാറില്ലല്ലോ? നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് നല്ല പ്രോഗ്രസ് ഉണ്ടല്ലോ. എക്സ്പോർട്ട് ഓർഡറൊക്കെ വേണ്ട പോലെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നല്ല ഓർഡർ ഉണ്ട്. ഏതൊക്കെ രാജ്യത്തിലേക്കാണ് മെയിനായിട്ട് കയറ്റി അയക്കുന്നത്? അതിപ്പോൾ എല്ലാ മേജർ രാജ്യങ്ങളും ഉണ്ടല്ലോ. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തും ഉണ്ടല്ലോ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ കയറ്റി അയക്കുന്ന ചരക്ക് അവിടെ കിട്ടുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് അവർ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. LC എന്നല്ലേ അതിന് പറയുന്നത്? അപ്പം കൊള്ളാലോ. അപ്പം ഇതൊക്കെ അറിയോ? അപ്പോൾ എൻ്റെ മോൻ കാശുണ്ടാക്കാൻ പഠിച്ചു എന്നർത്ഥം. അങ്ങനെയൊന്നുമില്ല. ബുദ്ധി ഉറച്ച കാലം മുതൽ തുടങ്ങിയതാ നീ എന്നെ പറ്റിക്കാൻ. ഇഷ്ടം പോലെ കാശും അതിലേറെ സ്നേഹം ഉണ്ടായിരുന്നുണ്ട്. അന്ന് അതിനെ ഒരു കുട്ടികളെയായിട്ടേ ഞാനും കണ്ടുള്ളൂ. പക്ഷെ ഇപ്പോ ഈ അവസ്ഥയിൽ നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അപ്പാ, പണ്ട് ഞാൻ അപ്പനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരു ചതി പറ്റിപ്പോയതാണ്. എന്നേക്കാൾ ഇടിയിട്ടായ ഒരുത്തനെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. എങ്കിൽ നിനക്കത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? പൊട്ടിപ്പാളീസായി നിൽക്കുന്ന അപ്പനോട് ഞാനത് എങ്ങനെ പറയും? അപ്പൻ അതുകൂടി താങ്ങാൻ പറ്റൂ? വെൽക്കം ടു ന്യൂ യമാൻജ ഗാർമെന്റ്സ്. മുസ്താഖ് ആൻഡ് ജോമോൻ എങ്ങനെയുണ്ട്? ആ പഴയ ബോർഡ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നു? അതല്ലേ ബാക്കിയുള്ളൂ. നല്ല ചേർച്ച. തക്കാളിപ്പെട്ടിക്ക് ഗോത്രേജ് കൂട്ടിട്ട് പോലും. വന്ന് നോക്കളിയാ, കണ്ടിട്ട് പറ. വാ, തലയിടിക്കല്ലോ കേട്ടോ. ദേ ഇതാ. ഇതെന്താ ഗുഹേ? വാടാ. ഇത് നിന്റെ ഹൈറ്റാണ് ഉണ്ടാക്കിയത്? വമ്പൻ സെറ്റപ്പാണല്ലോ. അതിനോ ദേ അക്കൗണ്ട് ബുക്ക്. കണക്കുകളൊക്കെ നീ തുടക്കത്തിലേ നോക്കണം. എൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടാകുന്നത് നല്ലതാ. കമ്പനി പ്രോഫിറ്റിലേക്ക് നീങ്ങി തുടങ്ങിയത് നീ ശ്രദ്ധിച്ചാ? 900 രൂപ. എന്തേ? എടാ, നീ പിക്കപ്പ് വിളിക്കാൻ ചിലവാക്കി 1200 രൂപയ്ക്ക് പകരം അതുപോലെ ബസ്സിൽ കയറ്റി കൊണ്ടുവരുന്നെങ്കിൽ 100 രൂപ ആവുള്ളായിരുന്നു. എങ്കിൽ ലാഭം 2000 ആയി. ബസ്സില ഞാനാ? നീ ആരാടാ? കപ്പലണ്ടിക്കാരന്റെ കച്ചവടം, കപ്പൽ മുതലാളിയുടെ ലൈഫ് സ്റ്റൈലും. ഒരു പിക്കപ്പ് വിളിച്ച കപ്പൽ മുതലാളിയാവോ? എടാ, ഗ്രാസ് റൂട്ട് ലെവലിൽ കഷ്ടപ്പെടാതെ ഒരുത്തനും ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ നീ എപ്പോ പഠിച്ച്? പഠിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ മോനെ മുസ്താഖേ. ஜோமோன் ஸ்ரீ வெங்கடேஸ்வரா மில்ஸ். சார் ரொம்ப நாளாக ஆர்டர் ஒன்றும் கிடைக்கல. இந்த ஆர்டர் விஷயம் எல்லாமே வைதேகி பார்த்துக்கிறா. நீங்கள் அவங்ககிட்ட போய் கேளுங்க. சரி சார், தேங்க்யூ. ஓகே. பல்லவே பார்க்குறேன். ഗുഡ് മോർണിംഗ് മിസ് വൈദേഹി മാഡം. അതെ, ശ്രീ വെങ്കടേശ്വര മിൽസും ഈ കമ്പനിയും തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇതേ ഓർഡർ ഒന്നും കിട്ടിയില്ല. മാനേജർ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ? മാനേജർ പറഞ്ഞു വൈദേഹി മാഡം ആണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. ഓർഡർ വേറെ കമ്പനിക്ക് കൊടുത്തു. വേറെ കമ്പനി കൊടുത്തു? ആർക്ക്? കമ്പനിയുടെ വൈഫൈ പാസ്വേഡ് ചോദിക്കാത്ത ഓവർ സ്മാർട്ട് അല്ലാത്ത ഒരു പാവപ്പെട്ട സെയിൽസ്മാന് കൊടുത്തു. അയ്യോ, മിസ് വൈദേഹിനെ തെറ്റിദ്ധരിച്ചു. ഞാനും പാവമാണ്. കണ്ടാൽ അങ്ങനെ തോന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, കൂൾ. മെയിൽ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ വൈഫൈയുടെ പാസ്വേഡ് മാറ്റി. ഓൾറൈറ്റ്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും മിസ് വൈദേഹിക്ക് എന്നോടുള്ള കോപം മാറണേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചോട്ടെ, മിസ് വൈദേഹി ആരോടെങ്കിലും ബെറ്റ് വെച്ചിട്ടുണ്ടോ? വാട്ട്? ജീവിതത്തിൽ ഒരിക്കലും മുഖത്തെ മാംസപേശികൾ ചിരിക്കാനായി ചലിപ്പിക്കില്ലെന്ന്. മിസ് വൈദേഹി, നമ്മുടെയൊക്കെ ഉള്ളിലെ ദൈവത്തിൻ്റെ പ്രസാദമാണ് മുഖത്ത് തെളിയുന്ന ഈ ചിരി. ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രസാദമാണ്. നമ്മൾ ചിരിക്കാതിരുന്ന വേസ്റ്റായി പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, എങ്കിലൊന്ന് ശ്രമിച്ചോ. വാട്ട്? പ്ലീസ് ട്രൈ ടു സ്മൈൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദൈവത്തിൻ്റെ പ്രസാദമാണ്, അതുകൊണ്ടാണ്. അത് മുസ്താഖേ, നീ ഇതെന്ത് കളിയാ കളിക്കണം? ബസ് ഇപ്പൊ പോവും. അളിയ ഇന്ന് കൊടുക്കേണ്ട കുറേ ഷർട്ടുകൾ ഇതുവരെ എലാസ്റ്റിക് ഒന്നും പിടിപ്പിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഓട്ടത്തില. അളിയനൊരു കാര്യം ചെയ്യും, ഇന്നത്തേക്ക് കൂടി ഒരു പിക്കപ്പ് വിളിക്കും. പിക്കപ്പ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എടാ, അധ്വാനിച്ച് ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു. அண்ணா அது கொஞ்சம் மேலே வைக்க ஹெல்ப் பண்ணுறீங்களா? சரி தம்பி. லட்சுமி நல்ல ஸ்டாண்டிங் போங்க.
രാവിലെ വർക്കൗട്ട് ചെയ്യാൻ മറന്നുപോയി. മിസ് വൈദേഹൊന്നും ഈ ബസ്സിലാണ് പോണത്? നിങ്ങളിപ്പോഴും ശ്രീ വെങ്കടേശ്വരം മില്ലിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. പുതിയ ഓർഡർ റെഡി ആകും. ഇത് കമ്പനി ജോലിയോ അതോ ഡ്യൂട്ടിക്കിടയിലെ സൈഡ് ബിസിനസ്സോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളിങ്ങനെ സൈഡ് ബിസിനസ് ചെയ്യുന്നത് കമ്പനിക്ക് അറിയാമോ? ഇല്ല. എങ്കിൽ ഞാൻ പറഞ്ഞോളാം. അയ്യോ ചതിക്കല്ലേ മിസ് വൈദേഹി. നിങ്ങളുടെ മുതലാളി എനിക്ക് നേരിട്ട് അറിയാം. ഇത് കോട്ടജാതി എന്നാണോ? வண்டி போலாம். படியில் நிற்கிறவன்லாம் உள்ளவா. மனசாட்சி கிடையாது. வீட்டுக்கு போகணும். அது சொல்லுங்க. வண்டி வழி நிறுத்துறாங்க. அட டீசல் இல்லையா? ஆஸ்பத்திரிக்கு போறா. இல்ல பஞ்சர். நீ பேசாதயா. நீங்க சத்தம் போட்டுட்டீங்க அந்த அறைக்கே போய்டா. ஆஸ்பத்திரி போற சொல்லிட்டு இருக்க. நீ நாயா? அங்க என்ன பிரச்சனை? 10 நிமிஷம் வெயிட் பண்ண மாட்டானுங்களா? யோ தும்பம் பண்ணாதயா. வண்டி அடியா. போதச்சு போ. வண்டி அடிச்சுறியா? ஏய் இப்படியே வண்டி எடுக்க போறியா? கட்டிங் போறியா? என்ன திமிரா பேசுறியா? சொன்னா கேளு. எத்தனை பேரோட உயிரோட வளரியா? வண்டி எடுக்க கூடாது. ஏய் 4 வருஷமா இந்த ரூட்ல இப்படி தான் குஷ்டு ஓட்றேன். இப்போ வந்து பேச. உசுர பேர் தெரியுமா உனக்கு? இத பாரு. இன்னைக்கு வண்டி போகாது. எப்படி போறீங்கன்னு பாக்குறேன். எல்லாம் நடந்து போங்கடா. டேய் போ சொல்றா. வண்டி போகாதடா. ஏய் டேய் எவனுக்கா தைரியம் தான் சாவியை பார் எட்ரா பார்க்கலாம். ஏறு போடா ரைட். டிரைவரோட பிரமாதமா வண்டி ஓட்டுறீங்க. இனிமேல் தண்ணி அடிச்சுட்டு அவன் வண்டி ஓட்டவே மாட்டான். ஒரு ஆள் இருக்கணும். இருந்தா தான் அவங்க மாதிரி எல்லாம் ஒளி சரிங்க. தந்தானே 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 தானே ഈ ട്രീറ്റിന്റെ കാരണം ഇപ്പോഴും പറഞ്ഞില്ല. അല്ല അന്ന് വൈദേഹി തന്ന റെഫറൻസ് ഉണ്ടാ ഞങ്ങളുടെ കമ്പനിക്ക് നല്ലൊരു ഓർഡർ കിട്ടിയത്. ഇറ്റ്സ് ഓക്കെ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് പിടിച്ചിരിക്കാൻ പറ്റിയത് അല്ലേ? 1 minute. ஷூர். அம்மா இன்னும் அந்த பில்டிங் மெட்டீரியல்ஸ் பணம் கிடைக்கல. இந்த மாதம் சேலரியில் கொஞ்சம் கொடுத்துட்றேன். அடுத்த மாதம் மொத்தமாக செட்டில் பண்ணிடுறேன் சார். போன மாதமே இதே தான் சொன்னீங்க. ஐயோ இல்லை சார், இந்த வாட்டி கண்டிப்பாக கொடுத்துட்றேன். ஓகே சார்.
വീട് പണി നടക്കുന്നുണ്ടല്ലോ അതാ. ഓ, പറയുമ്പോൾ തെറ്റായി തോന്നരുത്. ആ ഓർഡർ കിട്ടിയപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചതാണ്. പ്രോഫിറ്റിന് ഒരു ഷെയർ വൈദേഹിക്കുള്ള. എനിക്കോ? എന്തിന്? നീ ആ ബാഗ് എടുത്തേ. ഏ എനിക്കൊന്നും വേണ്ട. Are you trying to bribe me? ഒന്നും പറയരുത് പ്ലീസ്. വീട് പണിയൊക്കെ നടക്കുകയല്ലേ, കാശിന് ആവശ്യം വരും. ബട്ട് ജോമോ, ഞാൻ ഓക്കെ, ബസ്സിന് സമയമായി, ഞാൻ ഇറങ്ങാം. ബൈ. താങ്ക് യു. ഞാനൊന്ന് ബസ് സ്റ്റോപ്പിൽ ആക്കിയിട്ട് വരാം. ചെല്ലി ചെല്ലി. കാശ് തന്നതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും. ആക്ച്വലി എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ചോദിക്കാൻ മാത്രം അടുപ്പമുള്ള ഫ്രണ്ട്സൊന്നുമില്ല. അമ്മ മരിച്ചപ്പോൾ ഞാൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. ചിരിക്കാൻ പോലും മറന്നു. ചില ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാറില്ലേ? അതുപോലെ ഒരുപാട് കാലം കാണാത്ത ഒരാളെ പറ്റി ഓർക്കുമ്പോൾ ആ ആള് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടാറില്ലേ? ഹിന്ദു ഫിലോസഫിയിൽ ഇതിനൊക്കെ ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അങ്ങനെ എന്തോ ഒരു കോൺഫിഡൻസ് എനിക്ക് ജോമോനോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു സഹായം സ്വീകരിക്കാൻ എൻ്റെ ദുരഭിമാനം എന്നെ സമ്മതിച്ചത്. அவசர அவசரமா இந்த மனுஷன் எங்க போற? விடக்கூடாது. இதுக்கு தான் இவ்வளவு பில்டப்பா? சார் 2 சென்ட் இடம், 650 ஸ்கொயர் ஃபீட், உள்ள ஆட்டோவே ஓட்டலாம். திருப்பூர் மாதிரி ஒரு சிட்டியில இந்த மாதிரி ஒரு வீடு கட்ட முடியுமா? முடியாது. ஒத்துக்கிட்டு தானே ஆகணும். பாலை சாப்பிடுங்க. என்னையும் வீட்டையும் சேர்த்து எடியா. அப்பா, நான் சொன்னேன்ல என்னோட ஃப்ரெண்டு அவர் வந்திருக்காரு. நீ போமா, நான் வந்துடுறேன். வைதேகியோட ஃப்ரெண்டு. ஃப்ரெண்டுனா திக் ஃப்ரெண்ட்ஸ். அப்படியா? வாங்க உள்ள போலாம். എന്താ ഫോർമലായിട്ട് ഗിഫ്റ്റ് ഒക്കെ? അവസോമിങ്ങല്ലേ, ഇരിക്കട്ടെ. ഞാനിപ്പോ വരാം. வின்சென்ட் சார், இது மிஸ்டர் ஜோமோ, ஆல்சோ ஃப்ரம் கேரளா, வைதேகியோட ஃப்ரெண்டு. நான் சொல்லல. ഇത് വിൻസെന്റ് സാർ, என்னோட ഫ്രണ്ട്. ഓൾസോ ഫ്രം കേരള. മിസ്റ്റർ ജോമോൻ കേരളത്തിൽ എവിടെയാണ്? ഞാൻ തൃശ്ശൂരാണ് സാർ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാനും ഓൾസോ ഫ്രം തൃശ്ശൂർ. அடடடா, 2 பேரும் ஒரே நாட்டுக்காரமா? அப்புறம் என்ன, வாங்க வீட்டை சுத்தி பார்க்கலாம். வாங்க சார், இதுதான் கிச்சன். பாத்தீங்களா, கேஸ் ஸ்டவ், 10 கிலோ அரிசியை ஒரே நேரத்தில் வேக வைக்கலாம். சூப்பர். இது பாருங்க, ஸ்டீல் செல்ஃப், எத்தனை குண்டா வேணாலும் அடுக்கி வைக்கலாம். இதை தாண்டி முக்கியமான ஒரு இடத்த உங்களுக்கு காட்ட போறேன். வாங்க வாங்க வாங்க. நான் போய் எடுத்துட்டு வரேன். வைதேகியோட ஃப்ரெண்ட்ஸுங்களா? ஆமா அங்கிள். ஜன்னலை திறந்து வச்சேன்னு வைங்க, சூரியனை தொடலாம். இந்த பாருங்க, சீலிங் ஃபேன் 499 ரூபா 99 பைசா. எதுக்கு தான் அந்த 99 பைசா வைக்கிறானே தெரிய மாட்டேங்குது சார். இங்க பாருங்க, பாத்தீங்களா, வீட்டுக்குள்ளேயே பாத்ரூம். எக்ஸாஸ்ட் ஃபேன். ஆமாங்க, வெளியே இருக்கிற காத்து அப்படியே உள்ள வரும். போனீங்கன்னு வச்சுக்கங்க, நிம்மதியா இருந்துட்டு வரலாம். இருக்கிறதே ஒரு லைஃப். காசு சேர்த்து வச்சு என்ன சார் பிரயோஜனம்? லாவிஷா செலவு பண்ணுங்க, சந்தோஷமா இருக்கலாம். அது கரெக்ட் அல்லே மிஸ்டர் ஜோமோன்? அதே மிஸ்டர் வின்சென்ட். சரி சார், நான் அப்புறம். கோழியை கொதிக்க வச்சுட்டு வீட்டுக்கு போனா எப்படி? டின்னர் ரெடியா இருக்கு, சாப்பிட்டு தான் போகணும்.
പെരുമാളുടെ മകള് നിന്റെ തിക് ഫ്രണ്ടാണെന്നാണല്ലോ പറഞ്ഞത്. ഇതപ്പ സംഭവിച്ചു? അത് ആ കുട്ടിയുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിക്ക് നല്ല ഓർഡർ തരാറുണ്ട്. അതാ. ഓ, അപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ പ്രശ്നമില്ല. ഇതെവിടെ നിന്ന് കിട്ടി? നീ വാങ്ങി തന്നില്ലെങ്കിൽ എനിക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചോ? നമ്മൾ ഈ പരിപാടി നിർത്തിയതല്ലേ? സത്യം പറ, അപ്പം എവിടെ നിന്ന് കിട്ടി? അപ്പൊ അത് പഴയ സ്റ്റോക്കാ. ഈ ബാഗിന്റെ ഇടയിൽ കിടന്ന് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ എന്റെ മുമ്പിൽ വലിക്കട്ട. ചവിട്ടരുത്. ആ സിഗരറ്റിന്റെ വില എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ മനസ്സിലാക്കിക്കോളാം. ചുണ്ടിരുന്ന സിഗരറ്റ് എടുത്ത് കളയുക, കയ്യിലിരുന്ന പാക്കറ്റ് വലിച്ചെറിയുക. നീ ആര്? എന്റെ അപ്പനാ? അപ്പന്റെ അപ്പാപ്പൻ. லேட் பண்ணிடக்கூடாது. நெக்ஸ்ட் முறை நீங்கள் டைமுக்கு டெலிவரி கொடுக்கணும். ரொம்ப ப்ரெஸ்டீஜியஸ் ஆர்டர். ஓகே சார், தேங்க்ஸ் சார். ഞാൻ വെറുതെ പെരുമാളിന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി നീ വിചാരിക്കുന്ന പോലെ എന്താ ഈ കാട്ടുന്നത്? നീங்க ரெண்டு பேரும் ഒരേ നാട്ടുകാർ തന്നെ? ഇത് ഞങ്ങൾ അപ്പനും മോനും തമ്മിലുള്ള പ്രശ്നം. വയസ്സ് കാലത്തൊരു തോന്നലുണ്ട്. അപ്പനോ മകനെ നിക്കടാ. എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ല. നീ പലതും എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചില്ലേ? ഇത് ഞാൻ നിന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചു. ഇപ്പൊ സമാസമം. നിനക്കിഷ്ടമില്ലെങ്കിൽ നിർത്തിയടാ. ഇന്നത്തോടെ നിർത്തി. മനുഷ്യൻ ആ കൂടെ ബാക്കിയുള്ള ഒരു ലക്ഷറി സിഗരറ്റാ. അത് വാങ്ങാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാ വിദൂരത്തിൽ നിന്നും കർത്താവ് അവന് പ്രത്യക്ഷനായി അരുള് ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വാസം അചഞ്ചലവും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം പെട്ടെന്ന് അച്ഛനായോ? പള്ളിയിലച്ഛൻ ആരാ? യോമോൻ തന്നെയാണോ? കണ്ണു പിടിക്കുന്നില്ല. വയസ്സായില്ലയോ? വയസ്സ് കുറഞ്ഞ ചെറുപ്പമാകാനുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വലിച്ച വയസ്സാകുമില്ല, മുടി ഒട്ടും നരയ്ക്കുമില്ല. ആര് പറഞ്ഞു സിഗരറ്റ് വലിച്ചാൽ മുടി നരയ്ക്കൂലെന്ന്? മുടി മുഴുവൻ നരയ്ക്കാനുള്ള സമയം കിട്ടില്ലല്ലോ, അതിനു മുമ്പേ തട്ടിപ്പോവില്ലേ? ഓ എന്ന്